വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരാറായപ്പോൾ എനിക്കൊരുമാതിരി മിക്സ്ഡ് ഫീലിങ്സ് ആയിരുന്നു. എനിക്കിനി കുറേ നാൾ കഴിഞ്ഞിട്ടല്ലേ ഇവരെയൊക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ വലുതായല്ലോ, ഞാനും ഇപ്പോൾ ഒത്തിരി വലിയതായി. കുഞ്ഞിലത്തെ കാര്യങ്ങൾ, ഞങ്ങൾ പോകുന്ന സമ്മർ വെക്കേഷനുള്ള വലിയ ട്രിപ്പുകൾ, സൺഡേസിൽ ചെറിയ ചെറിയ യാത്രകൾ, സാറ്റർഡേയും ഫ്രൈഡേയും അച്ഛൻ കൊണ്ടുവരുന്ന CD സിനിമ കാണാൻ വേണ്ടി ഞങ്ങൾ 4 പേരൂടെ ഇരിക്കുന്നത്, അങ്ങനെ പിന്നെ കസിൻസിൻ്റെ കൂടെയും ചേച്ചിമാരുടെയും കൂടെയൊക്കെ കളിക്കാൻ പോകുന്നത്, അങ്ങനെയൊക്കെ കുറേ ഓർമ്മകളായിരുന്നു. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു, നമ്മൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതങ്ങനെയാണല്ലോ, ആ ഒരു കാലഘട്ടത്തെ നമ്മൾ, അന്നത്തെ ബ്യൂട്ടിഫുൾ മെമ്മറീസിനെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമ്മളിപ്പോൾ നല്ല നല്ല മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിന്നീട് ഓർക്കുമ്പോൾ അത്ര സന്തോഷം തോന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ ചിന്തകൾ എൻ്റെ തലയിലൂടെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചെടിക്ക് ആര് വെള്ളം ഒഴിക്കും, വണ്ടി ആര് നോക്കും, ചെടി ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യേണ്ട, ഇവിടെ തന്നെ ഇരുന്നു. പക്ഷേ പ്ലാന്റ്സ് കരിഞ്ഞു കാണുമോ, വീട്ടിൽ പൊടിയായിട്ടുണ്ടാവുമോ, അങ്ങനെ കുറേ ചിന്തകളുണ്ടായിരുന്നു. ഈ വർഷത്തെ ഗോൾസ് അതെങ്ങനെ സെറ്റ് ചെയ്യണം, അതെങ്ങനെ പ്ലാൻ ചെയ്യണം, അങ്ങനെ കുറേ എക്സൈറ്റിങ് കാര്യങ്ങളുണ്ട് ചെയ്യാൻ ഈ വർഷം. പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ അടുത്തു നിന്ന് ഇത്രയും ദൂരം മാറി നിൽക്കുമ്പോൾ എന്തായാലും ഒരു വിഷമം ഉണ്ടാകും. അപ്പോൾ അടുത്ത തവണ പോകുമ്പോൾ എവിടേക്കാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടേക്ക് യാത്ര ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ഊർജ്ജം തന്നെ വന്നോളൂ. ഹാൻഡ് ബാഗിലിരുന്ന ചട്ടിയൊക്കെ പൊട്ടാണ്ട് ഇങ്ങ് എത്തി എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കും സന്തോഷമായത്. നല്ലൊരു കുളിയും കഴിഞ്ഞ് ഞങ്ങൾ